ഉണ്ടാകുമെന്ന് വീണ്ടും വി ഡി സതീശൻ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ രാവിലെയോടുകൂടി. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരികെ UDF-ലേക്ക് വരുമോ എന്നുള്ള സജീവമായ ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണമായിരുന്നു അത്. അതിൽ ആദ്യത്തെ വിസ്മയം ഇതാണ്, ഈ കാണുന്നതാണ്. ഐഷ പോറ്റി അങ്ങനെ കോൺഗ്രസിൽ എത്തിയിരിക്കുകയാണ്, അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. 3 തവണ കൊട്ടാരക്കരയിൽ നിന്നും CPM MLA ആയിട്ട് ഉയർന്നു വന്നതാണ്. ആർ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് ബിയുടെ കരുത്തനായ നേതാവ് ആർ ബാലകൃഷ്ണപിള്ള അന്ന് UDF-ലായിരുന്ന സമയത്ത് 2006-ൽ തറ പറ്റിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി MLA ആയിട്ട് ഉയർന്നു വന്നത്. അന്നു മുതൽ ഇടതു കോട്ടയായി മാറിയ കൊട്ടാരക്കര അങ്ങനെ ഇടതു കോട്ടയായി മാറാൻ, അങ്ങനെ CPM-ന് കരുത്താർജിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു ഐഷ പോറ്റി എന്നുള്ളത്. ആ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് കുറച്ചു കാലമായി. അങ്ങനെ വലിയ തോതിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട വേദിയിൽ എത്തിയതോട് കൂടിയാണ് ആ ചർച്ചകൾ. ഐഷ പോറ്റി പാർട്ടിയിൽ നിന്നും അകന്നോ, ഈ പാർട്ടി വിടുമോ, CPM വിടുമോ തുടങ്ങിയ ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായത്. അതിനെല്ലാം തന്നെ ഉത്തരമായിരിക്കുകയാണ്. ഐഷ പോറ്റി കോൺഗ്രസിൽ എത്തിയിരിക്കുകയാണ്, കോൺഗ്രസ് വേദിയിൽ എത്തിയിരിക്കുകയാണ്. വളരെ വൈകാരികമായി തന്നെ പറയുന്നുണ്ടായിരുന്നു, പല കാര്യങ്ങളും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വേർപെട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് തുടങ്ങിയ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരമായിരിക്കുകയാണ്. കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു, ഇനി കോൺഗ്രസ് അംഗമാണ്. അത് മാത്രമല്ല കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്നുള്ളതാണ്. ഇത്രയും നാളും 3 തവണയാണ് ഐഷ പോറ്റി CPM-ന്റെ MLA ആയിട്ട് കൊട്ടാരക്കരയിൽ നിന്നും ഉയർന്നു വന്നത്. ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, UDF സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ ഇനി ഐഷ പോറ്റി ആയിരിക്കും എന്നുള്ളതാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വിസ്മയം നമ്പർ 1 ആണ്. അതിനൊക്കെ ഉത്തരമായിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നറിയാത്ത ഇടതു പ്രവർത്തകരല്ല അവിടെയുള്ളത്. പക്ഷേ ഈ മാറ്റം അത് എന്തുകൊണ്ടാണ് എന്നുകൂടി ഐഷ പോറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് ടിക്കറ്റിലായിരിക്കും ഒരുപക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പോകുന്നത്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ UDF കണ്ടെത്തിയ മാർഗം ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചർച്ചകൾ PC വിശ്വനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തി വന്നതാണ്. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി ഐഷ പോറ്റി എത്തിയത് മുതൽ ഐഷ പോറ്റിയുമായി ഇടത് കേന്ദ്രങ്ങൾ അകൽച്ചയിലായിരുന്നു. ശക്തമായ വിമർശനം പല കോണുകളിൽ നിന്നും ഐഷ പോറ്റിക്കെതിരെ ഉയർന്നു വരികയും ചെയ്തു. അതിനിടയിലാണ് വീണ്ടും കോൺഗ്രസുമായി ഐഷ പോറ്റി കൂടുതൽ അടുക്കുന്നത്. പക്ഷേ ഇതുവരെയും പറഞ്ഞിരുന്നത് താൻ എവിടേക്കുമില്ല, അഭിഭാഷക ജോലിയിൽ തുടരാൻ തന്നെയാണ് താല്പര്യം എന്നുള്ളൊരു പ്രതികരണം ഐഷ പോറ്റിയുടെ ഭാഗത്തു നിന്നും ആ സമയത്ത് ഉണ്ടായതാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടമാകുമ്പോൾ ഐഷ പോറ്റി മാറി ചിന്തിക്കുന്നു. ഐഷ പോറ്റിയെ കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ മറ്റു പല പേരുകളും ചർച്ചയാകുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഏറ്റവും ഒടുവിൽ ഐഷ പോറ്റിയുടെ പേരിലേക്ക് എത്തുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ ധാരണയാകുന്നത്. അതിനുശേഷം ഇന്ന് നടക്കുന്ന ലോക്ഭവന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ഐഷ പോറ്റി എത്തും എന്നുള്ള കാര്യം അറിയിച്ചു. അങ്ങനെ എത്തുമ്പോൾ ഐഷ പോറ്റിക്ക് ഇവിടെ വെച്ച് മെമ്പർഷിപ്പ് കൈമാറാം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ധാരണ. എന്തായാലും ഇന്ന് രാവിലെ പോലും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ ഇതേപ്പറ്റി ഒരു സൂചന പോലും നൽകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഐഷ പോറ്റി സമരപ്പന്തലിലേക്ക് എത്തുകയാണ്. ലോക്ഭവന് മുന്നിൽ വെച്ച് ഐഷ പോറ്റി കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. പൂജ, അമൽ, കാലത്തിന്റെ കാവ്യനീതി എന്നുള്ള തലത്തിലായിരുന്നു ഐഷ പോറ്റിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇത് കുറെ നാളുകളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഞാൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൊട്ടാരക്കര എന്ന നിയമസഭാ മണ്ഡലത്തെ ഇടത് കോട്ടയാക്കി മാറിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഐഷ പോറ്റി എന്നുള്ളത്. ഐഷ പോറ്റിയുടെ മാറ്റം, പാർട്ടിയിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നത് അത് CPM-നുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. ആ മേഖലയിലെ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് UDF-ന് ഏറ്റവും കുറഞ്ഞ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കൊട്ടാരക്കര. അങ്ങനെയുള്ള കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ രശ്മിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്. അവരുടെ പേര് ഇത്തവണയും സജീവ ചർച്ചയായി നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള ഒരു വരവ് മുൻകൂട്ടി കണ്ടാണോ എന്നറിയില്ല, അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതൃപ്തി പ്രകടിപ്പിച്ച് തന്നെയായിരുന്നു ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ രശ്മി മത്സരിച്ചപ്പോൾ പോലും ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇത്തവണയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് UDF ക്യാമ്പ് നേരത്തെ കണ്ട് തീരുമാനിച്ചാണ് ഐഷ പോറ്റിയെ ഇപ്പോൾ UDF ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. 3 തവണ, അതും നേരത്തെ പൂജ പറഞ്ഞു വെച്ചതുപോലെ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കരുത്തനായ നേതാവിനെ
നേതാവിനെ കൊട്ടാരക്കരയുടെ കരുത്തനായ അല്ലെങ്കിൽ കൊല്ലത്തിന്റെ കരുത്തനായ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും കരുത്തനായി നിന്ന ഒരു നേതാവിനെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്തിയാണ് ഐഷ പോറ്റി MLA ആവുന്നത്. 3 വട്ടമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിയമസഭയിലേക്ക് ഐഷ പോറ്റി എത്തുന്നത്. അങ്ങനെ വന്ന ഐഷ പോറ്റിക്ക് അവിടെ വ്യക്തമായ സ്വാധീനം ചെലുത്താനാകും. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി പൊതുപ്രവർത്തന രംഗത്തു നിന്നും സജീവ പൊതുപ്രവർത്തന രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഐഷ പോറ്റി. അതിനിടയിലാണ് ഈ പറയുന്ന ചില ഇടത് കേന്ദ്രങ്ങളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതും ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിലേക്ക് എത്തുന്നതും ഏറ്റവും ഒടുവിൽ ആ തർക്കം നീണ്ടുപോയി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോക്ഭവന് മുന്നിൽ വെച്ച കോൺഗ്രസിന്റെ പരിപാടിയിൽ KPCC സംഘടിപ്പിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട രാപ്പകൽ സമരത്തിന്റെ വേദിയിൽ വെച്ച കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഐഷ പോറ്റി എന്നുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ദാ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ വേദിയിലെത്തി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്.